ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാജ്യ തലസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? ഗുഡ് മോർണിംഗ് ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യ തലസ്ഥാനത്ത് ഇന്ന് പ്രധാനപ്പെട്ട കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓരോ ദിവസവും ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ വൈറ്റ് കോളർ സംഘം ജോലി ചെയ്തിരുന്ന അൽഫല സർവകലാശാലയുടെ ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്നും ഭീകരവാദ ഫണ്ടിങ്ങിന് പണം ഉപയോഗിച്ചതായുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. നേരത്തെ നാക്കും ഒപ്പം തന്നെ UGCയും ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും പരിശോധനയിൽ ഇയാളുടെ പല സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളുടെ വ്യാജ കമ്പനികളിലേക്ക് പണം കൈമാറ്റം ചെയ്തതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഒപ്പം തന്നെ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം NDA വൻ വിജയം നേടിയിരിക്കുകയാണ്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ച ഇന്ന് പട്നയിൽ ചേരും. NDAയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിതീഷ് കുമാറിനെ ഔപചാരികമായി നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്ന് ഗവർണറെ കണ്ട രാജിക്കത്തും ഒപ്പം തന്നെ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെയായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഈ വലിയ വിജയം വലിയൊരു ആഘോഷമാക്കി അല്ലെങ്കിൽ വലിയൊരു ചടങ്ങായി തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് NDA ഉള്ളത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.